ജയിച്ച കളി രാജസ്ഥാൻ കളഞ്ഞിരിക്കുകയാണ്. സൂപ്പർ ഓവറിൽ ഇപ്പോൾ ഡൽഹിയാണ് കളി ജയിച്ചിരിക്കുന്നത്. സൂപ്പർ ഓവർ ആവാതെ തന്നെ രാജസ്ഥാന് ഈസി ആയിട്ട് ജയിക്കേണ്ട മത്സരമായിരുന്നു. രാജസ്ഥാൻ അവസാനം കൊണ്ടുപോയി കളഞ്ഞു. ഇന്ന് ഡൽഹി കളി ജയിച്ച് അവരുടെ സൂപ്പർ താരം രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും വലിയ മണ്ടത്തരം രാജസ്ഥാൻ കാട്ടുമെന്ന് ആരും കരുതിയില്ല. ജയിച്ചുവെന്ന് ഉറപ്പിച്ച മത്സരമാണ് രാജസ്ഥാൻ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇന്ന് ഡൽഹി കളി ജയിച്ച് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് കളി ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം കളി രാജസ്ഥാന്റെ കയ്യിലായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഞങ്ങൾ കളി തിരിച്ചു പിടിച്ചു. കളി ജയിക്കാൻ കാരണം അത് മിച്ചൽ സ്റ്റാർക്കാണ്. അവനിന്ന് മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. സഞ്ജു റിട്ടയർഡ് ഹർട്ടായതും ഞങ്ങൾക്ക് ഗുണകരമായി. ഇല്ലെങ്കിൽ കളി സൂപ്പർ ഓവറിലേക്ക് എത്തില്ലായിരുന്നു. രാജസ്ഥാൻ ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. കളി ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ അവസാന നിമിഷമായപ്പോഴാണ് കളി ഞങ്ങൾക്ക് ജയിക്കാമെന്ന് തോന്നിയത്. പിന്നെ ഞങ്ങൾ കളി വിട്ടുകൊടുത്തില്ല. ഞങ്ങളിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ നിരാശയിലാണ്. കാരണം ജയിച്ചുവെന്ന് 100% ഉറപ്പിച്ച മത്സരമായിരുന്നു. പിന്നീടാണ് രാജസ്ഥാൻ അത് വിട്ടുകൊടുത്തത്. സഞ്ജു റിട്ടയർഡ് ഹർട്ടായതും കളി തോൽക്കാൻ കാരണമായി. ഇല്ലെങ്കിൽ കളി നേരത്തെ തന്നെ ജയിച്ചേനെ. സൂപ്പർ ഓവറിൽ വിക്കറ്റ് കളഞ്ഞതും രാജസ്ഥാൻ ചെയ്ത മണ്ടത്തരം തന്നെയാണ്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി റൺസ് എടുക്കാമായിരുന്നു. ഫോമിൽ കളിക്കുന്ന റാണയല്ല രാജസ്ഥാൻ സൂപ്പർ ഓവറിൽ കളിപ്പിച്ചത്. അത് തെറ്റായ തീരുമാനം തന്നെയാണ്. റാണയും ഹെയ്ഡ്മറും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂപ്പർ ഓവറിൽ മികച്ച റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചേനെ. പക്ഷേ റാണയെ അവർ കളിപ്പിച്ചില്ല. ഒരിക്കലും സൂപ്പർ ഓവറിലേക്ക് എത്തേണ്ട മത്സരം അല്ലായിരുന്നു. എന്തിനാണ് രാജസ്ഥാൻ ഇങ്ങനെ ചെയ്തതെന്ന് വ്യക്തമല്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ന് രാജസ്ഥാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തില്ല. തുടർ പരാജയങ്ങളാണ് രാജസ്ഥാൻ ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.